ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ടൈഗറിന് ഒരു ഫ്രണ്ടിനെ വരച്ചാലോ? ഒരു വലിയൊരു ടൈഗർ വരയ്ക്കാം. ഈ ടൈഗറിനൊരു കൂട്ടാവട്ടെ. അപ്പോൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു പെൻ, ഒരു പെൻസിൽ, പേപ്പർ ഓർ ബുക്ക്, പിന്നെ കുറച്ച് കളേഴ്സ്. റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ടൈഗറിൻ്റെ ഒരു ഫ്രണ്ട് വരയ്ക്കാൻ പോവല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മളൊരു വൈ പോലെ വരയ്ക്കണം. ഇങ്ങനെ ഒരു വൈ ഷേപ്പ് വരയ്ക്കണം. എനിക്കിത് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വൈ ഷേപ്പാണ് വരയ്ക്കേണ്ടത്. ഇത് കഴിഞ്ഞ് വൈ വരച്ച് കഴിഞ്ഞെങ്കിൽ ഇനി ഈ വൈൻ്റെ ഇവിടെ ഇല്ലേ എൻഡ് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ഇങ്ങോട്ടൊരു ലൈൻ, അപ്പോൾ ഒരു വി പോലെ വരയ്ക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ടൈഗറിൻ്റെ ഹെഡാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ഇങ്ങനെ ചെയ്യും. ഈ റൗണ്ട് ഷേപ്പ് കണ്ടില്ലേ, ഒരു ഹാഫ് സർക്കിൾ പോലെ. അപ്പം ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മളുടെ ടൈഗറിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കേവ് പോലെ, ഇങ്ങനെ ഒരു കേവ്. ഇതാണ് ടൈഗറിൻ്റെ നോസ്. ഇനി ടൈഗറിൻ്റെ ഇങ്ങനെ ഞാൻ കേവ് വരച്ചില്ലേ, ഇവിടെ നമുക്ക് വലിയ ഐസ് വരയ്ക്കാം. ലീഫ് ഷേപ്പിൽ ഐസ് വരയ്ക്കാമേ. ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ. സോ ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ഐസ് വരച്ചു. നൗ എന്ത് ചെയ്യണം? ഐസിന് നമ്മൾക്ക് ടൈഗറിനെ കാണാൻ വേണ്ടി അകത്ത്, ഐസിൻ്റെ അകത്ത് ഇങ്ങനെ റൗണ്ട് വരയ്ക്കണം. ഓക്കെ, രണ്ട് സൈഡിലും റൗണ്ട് വരയ്ക്കണേ. അതുകൊണ്ട് ഇപ്പോൾ ലിറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഇതിൻ്റെ അകത്തോട്ടിടണം. ഈച്ച് സൈഡിൽ, രണ്ട് സൈഡിലും ബ്ലാക്ക് ഡോട്ട് ഇടണം. സോ ഇപ്പോൾ ടൈഗർ നമ്മൾ നോക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ പോപ്പായിട്ടിരിക്കും. ഓക്കെ, ഇനി ടൈഗറിൻ്റെ താടിക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ സി പോലെ ഒരു യു പോലെ വരയ്ക്കാം. അത് കഴിഞ്ഞ് ടൈഗറിൻ്റെ നോസിൻ്റെ താഴെ ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഡോട്ട് വരയ്ക്കാം. ഇതിന് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ് ഇവിടെ മുസ്റ്റാഷ് കൊടുക്കാം, മീശ കൊടുക്കാം ടൈഗറിന്. ഇപ്പോൾ ഇത്ര ആയോ? ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഐസിൻ്റെ രണ്ട് സൈഡിലില്ലേ നമുക്ക് ബിഗ് ഇയേഴ്സ് വരയ്ക്കാം. ഹാഫ് സർക്കിൾ പോലെ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങോട്ട് ഒരു കൊമ്പ് പോലെയുണ്ട്, ഇങ്ങനെ പക്ഷെ കൊമ്പല്ല. അതുകൊണ്ട് അകത്ത് നമ്മളിങ്ങനെ വരയ്ക്കാം ഇയേഴ്സ് ടൈഗറിന്. ഇനി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇനി നമുക്ക് താടി പോലെ കൊടുക്കാം. അതിനു വേണ്ടി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ സിഗ്സാഗ് 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 രണ്ട് സൈഡിലും കൊടുക്കണം. ഇനി നമ്മൾക്ക് ഹെഡായി ടൈഗറിൻ്റെ. നിങ്ങൾക്ക് കാണാമോ ഹെഡ് ടൈഗറിൻ്റെ? യെസ്, ഇപ്പം നമ്മൾ ടൈഗറിൻ്റെ ഹെഡായി. ഇനി നമുക്ക് ടൈഗറിൻ്റെ കൈ വരയ്ക്കണം, കാൽ വരയ്ക്കണം, ആൻഡ് ടെയിൽ വരയ്ക്കണം. റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഈ ടൈഗറിൻ്റെ ഇവിടെ ഇല്ലേ ഈ താടി പോലത്തെ അവിടെ ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ, അതേപോലെ ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ. ഈ ടൈഗർ ഇരിക്കുക. അപ്പോൾ ടൈഗറിന് പോസ് വേണം. ഇങ്ങനെ കണക്ട് ചെയ്യുക, ഇങ്ങനെ കണക്ട് ചെയ്യുക. പോസിൽ ഇങ്ങനെ ക്ലോസ് ഉണ്ടല്ലോ ടൈഗറിന്. അപ്പോൾ അത് നമ്മളിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കാം. ഇത്ര നിങ്ങൾ എൻ്റെ കൂടെ വരച്ചോ? റെഡിയാണോ? ഇനി ലെഗ്സ് വരയ്ക്കാൻ ടൈഗറിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കേവ് വരയ്ക്കുക. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു പോസ്, ഇങ്ങനെ ഒരു കേവ് വരയ്ക്കുക, ഇങ്ങനെ ഒരു പോസ്. ഇനി നടുക്ക് ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ, ഈ പോസിന് ഇതേപോലെ ക്ലോസ് കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലോസ് 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 ക്ലോസ്. വാവ്, രണ്ട് ടൈഗറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റോർ ചെയ്യാൻ വേണ്ടി ലയണിനെ പോലെ. അപ്പോൾ ഇനി ടെയിൽ വരയ്ക്കണം. ടെയിൽ ഒരു എസ് ഷേപ്പാണ്, കണ്ടോ? എസ് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ എസ്, ഒരു എസ്സും കൂടെ വരയ്ക്കുക. എസ്. വാവ്, നൗ ഫോർ ദ മാജിക് സ്ട്രൈപ്സ്. ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് അല്ലേ? ടൈഗറിൻ്റെ സ്ട്രൈപ്സ് അല്ലേ ടൈഗറിനെ ഒരു ബ്യൂട്ടിഫുൾ ആക്കുന്നത്.
അപ്പോൾ നമുക്ക് സ്ട്രൈപ്സ് വരയ്ക്കാം. സ്ട്രൈപ്സ് ഏത് ഷേപ്പ് വേണേ ആകാം. ഞാൻ ആദ്യം ലെഗിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു ചെരിഞ്ഞ ട്രയാങ്കിൾ പോലാണ്. ട്വിങ് 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 ട്വിങ്. അപ്പോൾ ലെഗിൽ വരയ്ക്കാം, കയ്യിൽ വരയ്ക്കാം. ട്വിങ് 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 ട്വിങ്. സ്ട്രെയിറ്റ് ആവാം, കർവ്ഡ് ആവാം, എങ്ങനെ വേണേ ആവാം. ഒരുമാതിരി ഒരു കൊമ്പ് പോലെ ആണ്. ഇവിടെ ഉണ്ട്, തലയിലും ഉണ്ട് ഇങ്ങനെ. പിന്നെ കണ്ണിൻ്റെ സൈഡിൽ, ഇവിടെ ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. ഞാൻ ഇവിടെ മാത്രം വരയ്ക്കുന്നില്ല, ബാക്കി എല്ലായിടത്തും വരയ്ക്കാം. ഇനി ഇവിടെയും വരയ്ക്കണം. എവിടെ? ടേൽസിൽ. ടേലിൽ ഇങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഫുൾ സ്ട്രൈപ്സ് കംപ്ലീറ്റ് ചെയ്യാമേ. പതുക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ടൈഗറായി. ഇനി നമുക്ക് ടൈഗറിനെ കളർ ചെയ്യാം. സോ നമ്മൾ ആദ്യം ഫുൾ ഓറഞ്ച് കൊടുക്കാം. എന്നിട്ട് ഈ താടിയിലും ഇവിടെ മാത്രം ബ്രൗൺ ആൻഡ് സ്ട്രൈപ്സ് എല്ലാം ബ്ലാക്ക്. സോ 3 കളേഴ്സ് മതി. ഇനി ഞാൻ പെട്ടെന്ന് കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് കളർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഓറഞ്ച് കളർ എടുത്തു. അത് ഞാൻ എല്ലായിടത്തും ഓറഞ്ച് കളർ അടിക്കാൻ പോവാം. സ്ട്രൈപ്സിൽ മാത്രം അടിക്കുന്നില്ല, ബാക്കി എല്ലായിടത്തും അടിക്കാൻ പോവാണേ. കുറച്ചൊക്കെ വെളിയിലായാലും കുഴപ്പമില്ല. നമ്മൾക്കൊക്കെ എപ്പോഴും കുറച്ച് തെറ്റൊക്കെ പറ്റുമല്ലോ, അതൊക്കെ ഓക്കെ അല്ലേ, അതൊന്നും പ്രശ്നമല്ല. പിന്നെ നമ്മൾക്ക് വരയ്ക്കുമ്പോൾ അത് ശരിയാക്കാം. ശരിയായില്ലെങ്കിലും പല ടൈപ്പ് ഓഫ് ടൈഗറുണ്ട്. എല്ലാ ടൈഗറും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ ചില ടൈഗറിന് കൂടുതൽ ഓറഞ്ച് ആവാം, ചില ടൈഗറിന് കുറച്ച് സ്ട്രൈപ്സ്, ചില ടൈഗറിന് കൂടുതൽ സ്ട്രൈപ്സ്, ചില ടൈഗറിന് ഇങ്ങനെ കളറൊക്കെ മാറി ഇഷ്ടമുള്ള പോലെ നമുക്ക് വരയ്ക്കാം. അപ്പം ഞാൻ ഇയേഴ്സിലും ഓറഞ്ച് അടിക്കുവാണ്. ഇപ്പം ഇവിടെ മാത്രം ഞാൻ വിടുന്നത്, ഇവിടെ ഞാൻ യെല്ലോ അടിക്കുന്നത്. ഓക്കെ, ഞാൻ അതുകൊണ്ട് അവിടെ അടിക്കുന്നില്ല, ബാക്കി എല്ലായിടത്തും ഞാൻ ഓറഞ്ച് അടിച്ചു. ഞാൻ എൻ്റെ ബ്രൗൺ കളർ എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഈ മുസ്റ്റാഷിൻ്റെ അവിടെ കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ ടൈഗറെ ബ്ലാക്ക് സ്ട്രൈപ്സ് എല്ലാം അടിക്കുക. എല്ലായിടത്തും ബ്ലാക്ക് സ്ട്രൈപ്സ് ഞാൻ വരച്ചില്ലേ, അതെല്ലാം ഞാൻ ബ്ലാക്ക് ആക്കാൻ പോകുകയാണ്. എവിടെയെങ്കിലും ഞാൻ മിസ്സാക്കിയോ ഇതെങ്കിലും? ഇല്ല, എല്ലായിടത്തും ഞാൻ വരച്ചു. ഇനി എൻ്റെ ടൈഗറിൻ്റെ മുസ്റ്റാഷ്. സോ ഞാൻ നേരത്തെ ടൈഗറിന് ബ്രൗൺ കളർ കൊടുത്ത്, ഈ ടൈഗർ ഞാൻ വൈറ്റ് തന്നെ വെക്കുന്നത്, ഞാൻ വേറെ കളർ കൊടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ടൈഗറും ഡിഫറെൻ്റ് അല്ലേ. സോ എൻ്റെ ഈ ടൈഗറിന് ഞാൻ ബ്ലാക്ക് തന്നെ കൊടുത്തു, വൈറ്റ് തന്നെ കൊടുത്തു, വേറൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ എൻ്റെ ടൈഗർ റെഡിയായി. ഓ, മിസ് വൺ തിങ്, മുസ്റ്റാഷ് വരച്ചില്ലല്ലോ. ടൈഗറിന് മുസ്റ്റാഷ് വരയ്ക്കണം. അപ്പം ലോങ് വരയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാനിവിടെ കുറേ മുസ്റ്റാഷ് വരച്ചു. ഈ ടൈഗറിന് അത്രയില്ല, ഈ ടൈഗർ ഇച്ചിരി കൂടെ വലിയ ടൈഗറാണ്, അപ്പോൾ അതിനെല്ലാം മുസ്റ്റാഷ് ഉണ്ട്. ക്ലോസൊക്കെ വരച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, ക്ലോസൊക്കെ ഉണ്ടായിരിക്കണേ ടൈഗറിന്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈഗറിൻ്റെ ഇവിടെ ജംഗൽ വരയ്ക്കാം, വേറെ എന്ത് വരയ്ക്കാം. ടൈഗറിനൊരു വേറെ റാബിറ്റ് ഫ്രണ്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഡിയർ ഓടുന്ന പോലെ വരയ്ക്കാം. അങ്ങനെ നമ്മളുടെ 2 ടൈഗർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു യെല്ലോ കളറും അടിക്കാൻ വേണമെങ്കിൽ ടൈഗറിൻ്റെ ഇയേഴ്സിൽ. Wow, so my 2 tigers are ready. How is it? Hello. Hi tiger. ഈ ടൈഗറിൻ്റെ പേര് ടോമി, ഈ ടൈഗറിൻ്റെ പേര് ലീല. എങ്ങനെയുണ്ട് ടോമി ആൻഡ് ലീല? ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ടൈഗറിനെ നെയിം ചെയ്യാം. എന്താ നിങ്ങളുടെ ടൈഗറിൻ്റെ നെയിം? ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.